എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. ഇന്നലെ അതായത് മെയ് 31 മാത്രം 10,000-ഓളം സർക്കാർ ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ഇന്നലെ പല സർക്കാർ ഓഫീസുകളിലും യഥാർത്ഥത്തിൽ നടന്നത് സെൻഡ് ഓഫുകളുടെ ഒരു പൊടിപൂരമായിരുന്നു. പല വ്യത്യസ്ത തരത്തിലുള്ള സെൻഡ് ഓഫുകൾ നടത്തി ജീവനക്കാർ അവരുടെ സഹപ്രവർത്തകനെ സർവീസിൽ നിന്നും യാത്രയയപ്പ് നൽകുന്ന ചടങ്ങായിരുന്നു നടന്നത്. ചടങ്ങുകളുടെ ആദ്യ ഭാഗം ഓഫീസുകളിൽ തന്നെ തുടങ്ങിയിട്ട് കുറേ നാളുകൾ ആയിട്ടുണ്ട്. അതായത് മുൻപ് ഒരു മാസത്തോളം തന്നെ ഈ വിരമിക്കൽ ചടങ്ങുകൾ പല ഓഫീസുകളിലും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരു സർക്കാർ ഓഫീസിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ ഓഫീസിൽ നിന്നും വിരമിക്കുന്ന ഒരു സഹപ്രവർത്തകന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വെവ്വേറെ ആയി യാത്രയയപ്പ് നടത്താറുണ്ട്. കൂട്ടുകാർ നടത്തുന്ന യാത്രയയപ്പ് വേറെയും, വിവിധ സംഘടനകൾ നടത്തുന്ന യാത്രയയപ്പ് അതിന് ഉപരിയായിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ മെയ് മാസം യാത്രയയപ്പ് ചടങ്ങുകളുടെ പൊടിപൂരം എന്ന് നേരത്തെ പറഞ്ഞതിനെ ശരിയായ നിലയിൽ അന്വർത്ഥമാക്കുകയാണ് സർക്കാർ ജീവനക്കാർ ചെയ്തത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ 10,000-ഓളം പേർ റിട്ടയർ ചെയ്താലും ഇവർക്കെല്ലാം കൂടി കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഉടനടി ഇവരെ കയ്യിൽ കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. അതായത് 3,000 കോടി രൂപ ഇപ്പോൾ ഈ 10,000-ഓളം പേർ റിട്ടയർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ഒരു ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളിന് 80 ലക്ഷം രൂപ വരെയാണ് റിട്ടയർമെൻറ്റ് ആനുകൂല്യമായി ലഭിക്കുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ 10 ലക്ഷം രൂപയിൽ തുടങ്ങി 80 ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ സർക്കാരിന് വരുന്ന ബാധ്യത 3,000 കോടി രൂപയാണ് വിവിധ ആനുകൂല്യങ്ങളായി കൊടുക്കേണ്ടി വരുന്നത്. പെൻഷൻ ഗ്രാറ്റുവിറ്റി, ടെർമിനൽ സറണ്ടർ, പെൻഷൻ കമ്മ്യൂട്ടേഷൻ, PF, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് തുടങ്ങി എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നല്ലൊരു തുക വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ കിട്ടും. പക്ഷേ ഭരിക്കുന്ന സർക്കാരിനോട് താല്പര്യമുള്ളവരും തിരിച്ചുള്ളവരും, സർക്കാരിന് പിരിഞ്ഞു പോകുന്ന ജീവനക്കാരനോട് തിരിച്ചും ആഭിമുഖ്യമുണ്ടെങ്കിൽ അവർക്ക് റീഎംപ്ലോയ്മെൻ്റ് എന്ന പേരിൽ തുടർന്നും സർവീസിൽ തന്നെ കഴിഞ്ഞുകൂടാൻ വകുപ്പുണ്ട്. അങ്ങനെ പലരും ഇതിനിടയിൽ തന്നെ വീണ്ടും സർവീസിൽ തുടരാനുള്ള സ്കോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ ഓഫീസുകളിൽ, ചില കോർപ്പറേഷനുകളിലും ബോർഡുകളിലും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള സാധ്യതകൾ ഇത്തരം സർക്കാരിനോട് അടുത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ തരപ്പെടുത്തി എടുത്തിട്ടും ഉണ്ട്. ഈ പറയുന്നത് ജൂണിൽ, ഇപ്പോൾ മേയിൽ വിരമിക്കൽ വരുന്നതിനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ജൂണിൽ സ്കൂൾ പ്രവേശനം കിട്ടുന്നതിന് വേണ്ടി മേയിൽ ജനനത്തീയതി രേഖപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. മേയിൽ തന്നെ സ്കൂളിൽ കിട്ടണം, ജൂണിൽ സ്കൂളിൽ പ്രവേശനം കിട്ടണം എങ്കിൽ മെയ് മാസത്തിലെ ഏതെങ്കിലും ഒരു തീയതി വച്ചിട്ടാണ് സാധാരണ രീതിയിൽ അവരുടെ സ്കൂൾ റെക്കോർഡിൽ ജനന തീയതി രേഖപ്പെടുത്തുന്നത്. ഈ കൂട്ടം വിരമിക്കൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ആ രീതി ഉള്ളതുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. ഈ ഒരു മാസത്തെ ആദ്യ ദിവസമാണ് 56 വയസ്സ് തികയുന്നതെങ്കിൽ തലേ മാസത്തെ അവസാന ദിവസം ഒരു സർക്കാർ ജീവനക്കാരൻ വിരമിക്കണം. മറ്റ് ദിവസങ്ങളിലാണെങ്കിൽ ആ മാസം അവസാനത്തെ ദിവസം വിരമിച്ചാൽ മതിയാവുകയും ചെയ്യും. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവരുടെ വിരമിക്കൽ തീയതി മെയ് 31 ആണ്. ഈ വർഷം വിരമിക്കുന്ന 24,424 പേരിൽ പകുതിയും ഈ സർവീസ് വിട്ട് പോകുന്നവരാണ്. ഈ പോകുന്ന എല്ലാവരും കൂടി ശരിക്കും വലിയൊരു തുകയും കയ്യിൽ വാങ്ങി വീട്ടിലേക്ക് പോയി ഇനി എന്ത് ചെയ്യും എന്ന് കണ്ണ് മിഴിച്ച് ഇപ്പോഴേ ആലോചന തുടങ്ങിയ സർവീസിലുള്ള പല ഉദ്യോഗസ്ഥരും ഉണ്ട്. ശരിക്കും ചില ആളുകൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്, ചിലർ കൃഷിയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്, ചിലർ ഇപ്പോഴേ തന്നെ ബിസിനസ്സിൽ കണ്ണു വച്ചിട്ടുണ്ട്, ചിലരാകട്ടെ ഇതുവരെയുള്ള ഈ സ്ട്രെസ്സെല്ലാം മാറ്റി വച്ചിട്ട് സന്തോഷത്തോടു കൂടി ഇനി ഉള്ള വിശ്രമ ജീവിതം സന്തോഷവുമായി കഴിച്ചുകൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്.
അറിയുന്ന ചില ഉദ്യോഗസ്ഥർ, വിരമിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് തീർത്ഥയാത്രകളാണ് അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നാണ്. പല സ്ഥലങ്ങളിലും ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. പല ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ പോകാൻ ബാക്കിയുണ്ട്. അതെല്ലാം ഇനി പോയി തീർക്കണം. കാഴ്ചകൾ കാണാൻ ഒരുപാട് ബാക്കിയുണ്ട്. അതെല്ലാം കണ്ടു തീർക്കണം എന്നൊക്കെയാണ് പലരും ഇപ്പോൾ തന്നെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുള്ളത്. എന്തായാലും സർക്കാർ ജീവനക്കാർ ഇങ്ങനെ റിട്ടയർമെൻറ്റ് ആഘോഷമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും കൃത്യമായും സർക്കാർ ഇവരെ കയ്യിൽ പണം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പടിപടിയായിട്ടായിരിക്കും ഇവരുടെ വിരമിക്കൽ ആനുകൂല്യം ലഭിക്കാനുള്ള സാധ്യതയും. അതുകൊണ്ട് അമിതമായി ഇവർക്ക് ഉടനെ ഒന്നും ആഹ്ലാദിക്കാൻ ഒരു ഗ്രൗണ്ടുമില്ല എന്നും കൂടി പറഞ്ഞു വെക്കേണ്ടി വരുന്നു.